നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഇന്നിപ്പോൾ എത്ര ദിവസവും? രണ്ടാമത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സാധാരണ കഴിഞ്ഞ സീസണേക്കാളും എന്താ പറയാ, കഴിഞ്ഞ സീസണിൽ ഒരു 2-3 ആഴ്ച കണ്ടന്റ് പോലും ഇല്ലാതെ വെറുതെ, അതായത് ബിഗ് ബോസ് ക്ലാസ് എടുക്കായിരുന്നു. ഇതാണ് ബിഗ് ബോസ്, ഇവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞൊരു 3 ആഴ്ച ക്ലാസ് എടുക്കലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ അത്യാവശ്യം എല്ലാവർക്കും കളി അറിയാവുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും കളി അറിയാവുന്ന രീതിയിൽ ആക്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരാൾക്ക് പോലും ആ ഒരു എന്താ പറയുക, ആ സിറ്റുവേഷനായിട്ട് ഒത്തുപോകാനോ അയാളുടെ മനസ്സിൽ എന്താണ് ഗെയിം എന്ന് തോന്നാനോ ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് നമ്മുടെ ഇവനില്ലേ പരിസരത്തിന്റെ കേസ് മാത്രം എനിക്ക് പരിസരത്ത് എന്തിനാണോ വന്നതെന്നുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. പരിസരത്ത് ഒരു ആക്ടറല്ലേ, പുള്ളിനെ കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റും അഭിനയിക്കുന്നില്ല, പുള്ളിക്ക് ഒന്നിനും പറ്റുന്നില്ല. പുള്ളി ഇടയ്ക്ക് മറ്റേ അങ്കമാലി ഡയറീസിലെ പോലെ മറ്റേ ഡയലോഗൊക്കെ പറഞ്ഞപ്പോ ഉള്ള വില പോകൂലേ? എന്തുവല്ല ഉള്ള വില പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ല. കാരണം അറിഞ്ഞിട്ടായിരിക്കില്ല അവിടെ കയറിയത്. ഇതില് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കുറെ കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യും. ഇതൊന്നും ഇതിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകളും ഈ പരിസരത്തിന് ഉണ്ടാവണമെന്നില്ല. പല കാര്യങ്ങളും, അതായത് ഇതിലെ സ്ട്രാറ്റജി അതുണ്ടാവണം എന്നില്ല. അതുപോലെ എങ്ങനെ ടാക്കിൾ ചെയ്യാം അതൊന്നും പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ PR വർക്ക് നടക്കുന്നത് അപ്പാനിശരത്തിനാണെന്നുള്ള രീതിയിലുള്ളൊരു ഈ PR വർക്ക് എന്തായാലും എങ്ങനെ ആയാൽ പോലും ഇപ്പൊ രേണുസുതി, അങ്ങനെ രേണുസുതിയുടെ കണ്ടന്റ് എന്തായിരുന്നു? അതിൽ അനുമോള് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. പിന്നെ വേറൊരു അനുമോൾക്ക് പേരിട്ടായിരുന്നു കരച്ചിലോളി. അതുപോലെ മറ്റേ പെൺകുച്ചുണ്ടായി, മറ്റേ നല്ല ഒരു ഡ്രസ്സൊക്കെ ജിസേല. ആ പുള്ളിക്കാരത്തിന് എന്തോ കേരള സംസ്കാരത്തിന് എന്താണ് മലയാളി ഓഡിയൻസ് ആണ് കാണുന്നത്. പുള്ളി ഷോർട്സും മറ്റേ കയ്യില്ലാത്ത ബനിയനൊക്കെ ഇട്ട് പുള്ളി നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തില് ഈ നിക്കറൊക്കെ എന്താ വന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് പുള്ളിയുടെ രീതിയില്. പിന്നെ ഇവരെല്ലാവരും വഴക്കുണ്ടാക്കുന്നതൊക്കെ എന്തോ മാനിപ്പുലേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കണം. ഒരു മനസ്സിൽ നിന്നുള്ള ഒരു ചുമ്മാ തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കല ബിഗ് ബോസ് എന്ന് വിചാരിച്ചിട്ട് കാണിച്ചുകൊണ്ട് വിട്ടണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ രേണുസുധീനെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പഴല്ല, എനിക്ക് മൊത്തത്തിൽ രേണുസുധീരെ ഇത് ഭയങ്കര ബോറായിട്ടാ തോന്നുന്നത്. എന്തിനാ എടുത്തേന്ന് എനിക്ക് തോന്നുന്ന ഒരു അവസ്ഥയായി പോയി. എനിക്ക് അറിയില്ലടാ, അതൊന്നും അറിയില്ല. അവൾ പിന്നെ ഒരു കാര്യം, രേണുസുധിക്ക് എല്ലാവരും ഇപ്പൊ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ അറിയാം. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പറയും. അതാണ് രേണുസുധി ഇപ്പൊ നോക്കരുത്. പോയിന്റുകളോട് സംസാരിക്കണം, അല്ലാതെ കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫൻസ് അല്ല. പോയിന്റ് വെച്ച് സംസാരിക്കണം. രേണുസുധി എന്ന് പറഞ്ഞ ഒരാള് ഒരുപാട് ഹേറ്റേഴ്സ് എല്ലാ കാര്യത്തിലും, എന്താ പറയാ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ്, അതുപോലെ ചുറ്റുപാടുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും കേട്ട് ചെന്നിരിക്കുന്ന ഒരാളാണ്. ആ ആളുടെ യഥാർത്ഥമായ സ്വഭാവമോ അയാളുടെ എന്താ പറയുക രീതികളും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും നമുക്കറിയാലോ, നമ്മൾ എത്ര തവണ കണ്ടേക്കുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ആള് രേണുസുധി. ആ രേണുസുധീനെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ നമ്മൾ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്താക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ്. നമുക്ക് അറിയാൻ പറ്റില്ല. അല്ല, 2 ദിവസം മെഡിക്കൽ എക്സ്പെൻസ് എനിക്ക് തോന്നേ പുള്ളിക്കാരി മിക്കവാറും അധികം നാളെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കണമെന്നല്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിലെ പൂജ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു അല്ല വയ്യാത്തോണ്ട് പുറത്തായല്ലോ. കഴിഞ്ഞ സീസണിൽ പൂജനൊക്കെ എടുത്തത് പുള്ളിക്കാരൻ പറയണേ, എനിക്ക് എന്താണെന്ന് അറിയില്ല, ബോർഡ് കളിയാന്ന് വിചാരിച്ചു വന്നത് എന്നും പറഞ്ഞിട്ടാണ്. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്, ഈ ഹെൽത്ത് ഇഷ്യൂസിന്റെ കേസാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു രേണുസുധിക്ക് അവിടെ ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നല്ല, ഈ ഹെൽത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ രേണുസുധി എന്ന് പറയുന്ന ആളെ ഇപ്പൊ തന്നെ ജഡ്ജ് ചെയ്ത് ഇപ്പൊ തന്നെ ഹേറ്റേഴ്സ് ആ സംഭവം ഉണ്ടാക്കി, ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ മാറ്റുന്നത് നല്ല 2-3 ആഴ്ച കൊടുക്കുക എന്നുള്ളതാണ്. 2 ആഴ്ച എന്തായാലും നിൽക്കും, എല്ലാവരും ആഴ്ച നിൽക്കും. അതെ, 3 ആഴ്ചയും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ രേണുസുധിയുടെ എന്താണ് റിയൽ ക്യാരക്ടർ എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിലേക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ എനിക്ക് വേറെ ഒരാളെ തോന്നി, ശാരിക. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ആങ്കർ ശാരികയാണോ? ആങ്കർ ശാരിക, മറ്റേ ശാരിക കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി, ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പുള്ളിക്കാരത്തിൽ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാവും. കാരണം ഇന്റർവ്യൂവിൽ ഈ പറയുന്ന ശാരിക എന്ന് പറയുന്ന ലേഡി
അവർ പറഞ്ഞു അതൊക്കെ കംപ്ലീറ്റ് എല്ലാം ഇപ്പൊ നമുക്കറിയാലോ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇത്ര നാൾ മലയാളികളായുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കുമല്ലോ മലയാളം ഹോട്ട് സീറ്റ് അല്ലേ? എന്താണ് ഹോട്ട് സീറ്റ്? ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന സീറ്റ് അവരുടെ സീറ്റിൽ മണ്ടത്തരം. ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞത് അവരുടെ പ്രോഗ്രാമിന്റെ ഒരു പേര് ഹോട്ട് സീറ്റ്, അല്ലാതെ അവിടെ വന്നിരിക്കുന്നത് എല്ലാം സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മലയാളികളെ പറ്റിക്കാണ്. ഇല്ല ഞാനത് സമ്മതിക്കില്ല. ഓഡിയൻസിനെ പറ്റിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് കുറച്ചു നാൾ മുമ്പ് എന്താണ് അല്ലെങ്കിൽ അവർ എഴുതി വെക്കണം ഇത് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ് എന്ന് എഴുതി വെക്കട്ടെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ മനസ്സിലാക്കുന്ന കാര്യം പല ഇതിലും ഇങ്ങനെ പറയാറില്ല. അതായത് ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ മമ്മൂന്റെ അത് നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തതാ. മമ്മൂന്റെ ഇന്റർവ്യൂ അല്ലാതെ ഞാൻ പറഞ്ഞ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അവർക്ക് കാശും കൊടുത്ത് ആ ഒരു കണ്ടന്റ് പുറത്തേക്ക് വിടുക. ജനങ്ങൾ എന്താ ഇത് വിശ്വസിക്കുകയാണ്, ഇത് ശരിക്കും നടക്കണതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഇന്റർവ്യൂസ് ഉണ്ട് കൂടെ കിടന്നിട്ടുണ്ടോ, കൂടെ കിടക്കാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഇന്റർവ്യൂ താങ്കളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റഡ് അല്ലേ? എല്ലാം സ്ക്രിപ്റ്റഡ് അല്ല. ഇപ്പൊ നിങ്ങൾ ആ വിവാദമായി എന്ന് പറഞ്ഞ ഒരു സംഭവം സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന കഴിഞ്ഞ ഒരു 2-3 നടിമാരടുത്തും ഓരോ ആങ്കറുടെ സെലിബ്രിറ്റീസിന്റെ ചോദിക്കുന്നുണ്ട്. അല്ല ഞാൻ ഇപ്പൊ ബിഗ് ബോസിൽ പുള്ളിക്കാരി വന്നത് കൊണ്ടല്ലേ അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഹോട്ട് സീറ്റിൽ എനിക്ക് തോന്നിയത് മൈത്രേന്റെ അടുത്ത് ഒരിക്കലും ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് പറ്റില്ല. നമ്മൾ കണ്ടതാണ് മൈത്രേ, നമുക്ക് ഡയറക്റ്റ് മൈത്രേനെ പറ്റില്ല. ബാക്കി ഈ പറയുന്ന ആൾക്കാർ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ചിലപ്പോ അതാ സാധനത്തിന് എന്തിനാ ജനങ്ങളെ പറ്റിക്കണേ? ജനങ്ങളെ എന്തിനാ വിഡ്ഢികളാക്കണേ? ഈ പറഞ്ഞ പോലെ അതല്ല റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ മണ്ടന്മാരാക്കരുതെന്ന് ഞാൻ പറയാം. അതിൽ ഇദ്ദേഹം ആരാണ്? ശാരിക എന്ന് പറഞ്ഞാൽ ശാരിക ആയിരിക്കാം പ്ലാൻ കൊണ്ടുവന്നത് അവിടെ. അതായത് ഒരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് ശാരികയുടെ ഇൻപുട്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ ഇല്ലേ, ഇതിന്റെ വീഡിയോ എഡിറ്റർ ഇല്ലേ, എല്ലാവരും ഇല്ലേ, അവരെല്ലാവരും സമ്മതിച്ചില്ല. ശാരിക ഒരു ഇത് കൊടുക്കുവാണല്ലോ, ശാരിക ഒരു ഐഡിയ കൊടുക്കുവാണല്ലോ. ശാരികയുടെ സ്വന്തം ചാനൽ എന്നെ ആള് തല്ലട്ടെ. ശാരികയുടെ സ്വന്തം ചാനലാണോ? ശാരികയുടെ സ്വന്തം ചാനലാണോ ഇതാണോന്നും അല്ലല്ലോ വിഷയം. ശാരികയാണ് ആ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ എങ്കിൽ ശാരിക തീരുമാനിക്കുന്ന പോലെയാണ് നടക്കുന്നത്. ശാരികയുടെ ചാനലാവണമെന്നില്ല, ശാരികയുടെ ചാനലാവണമെന്നില്ല. ഇപ്പൊ ഏഷ്യാനെറ്റിൽ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നു, ഇതൊക്കെ ഏഷ്യാനെറ്റിന്റെ ഓണേഴ്സ് അറിയുന്നുണ്ടോ? പിന്നെ അറിയണ്ടേ? ഇല്ലില്ല. പക്ഷെ ഇത് ശാരിക ചെയ്തത് ശുദ്ധ പോക്കിരിത്തരമാണ്. ജനങ്ങളെ പറ്റിച്ച് ഈ പറയുന്ന ഇന്റർവ്യൂസ് ചെയ്ത് അതൊരു സ്ക്രിപ്റ്റഡ് കോണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അത് ഇന്റർവ്യൂസിന് സ്ക്രിപ്റ്റഡ് കോണ്ടന്റ് നമ്മൾ ചെയ്ത പോലെ സ്ക്രിപ്റ്റഡ് കോണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ സമ്മതിക്കാം. അല്ലാതെ മനഃപൂർവ്വം ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന പരിപാടി ചെയ്തത് ശരിയല്ല. അത് ഞാൻ ഇപ്പോഴും പറയും. അപ്പൊ ശരിയല്ലെന്ന് എന്റെ അഭിപ്രായം. നമ്മുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് ഞാൻ കണ്ടതിൽ ഇപ്പൊ ശാരിക കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പോയ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറാം. പിന്നെ ആരെയാണ് താങ്കൾക്ക് തോന്നിയത് ഈ പറയുന്ന ബിഗ് ബോസിൽ ഇപ്പോ ഉള്ളതിൽ? എനിക്ക് പറഞ്ഞ മറ്റേ അഡ്വക്കേറ്റ് ആയിട്ട് ആ പുള്ളിനൊന്നും എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ മുൻഷി ആയിട്ട് അഭിനയിച്ച പുള്ളി ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? മുൻഷിയിലേക്കല്ലേ അല്ല പുള്ളി വന്നപ്പോ മോഹൻലാലിന്റെ അടുത്ത് അല്ലെങ്കിൽ ലാലേട്ടന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ്. ചെടിപ്പെട്ട ഒരു പുള്ളി വന്ന പുള്ളിയുടെ പേര് അവനൊക്കെ എന്താ നെവിനെ ഞാൻ നമ്മളെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റ് റിയാസ് സലീം ഒന്നും പറയാല്ല. കറക്റ്റ് റിയാസ് സലീമിന്റെ സ്ട്രാറ്റജി. പിന്നെ അവർ രണ്ടുപേരും അതായത് രേണുസുധിയും ഈ പറഞ്ഞ റിയാസ് സലീം മറ്റേ നെവിനായിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. തമാശക്കായിരുന്നു പറഞ്ഞത്. അതിന്റെ അടി കോമണർ അവൻ ഇതുവരെ ഇപ്പൊ 7 സീസൺ ആയല്ലോ. ഇതുവരെ കോമണറേഴ്സിൽ നിന്ന് കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. ഇപ്പൊ രശ്മി, നന്ദന ഇവരൊക്കെ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവൻ ഭയങ്കര വെറുപ്പിക്കലാണ്. ഭയങ്കര വെറുപ്പിക്കലാണ്. കഴിഞ്ഞ സീസണിൽ ഞാൻ വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗബ്രിയും ജിൻഡോയൊക്കെ. അതേപോലെ എനിക്കിപ്പോ തോന്നിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ്. ഭയങ്കര വെറുപ്പിക്കും. കോമണർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണക്കാരിൽ ഒരാളെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല കരച്ചിലോളി. അവള് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും കരയും. ഇന്നും കരയും, ചിലപ്പോൾ നാളെയും കരയും, എല്ലാ ദിവസവും കരയും. പിന്നെ വേറെ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് ഏറ്റവും പ്രായം ലേഡി ഉണ്ടായിരുന്നു. പിന്നെ വേറെ പയ്യനുണ്ടായിരുന്നു അവന്റെ ആര്യന് നമുക്ക് അറിയാവുന്ന പേഴ്സണൽ അറിയാവുന്ന ആള് ബോൾഡാണ്. പക്ഷെ കളി വന്നിട്ടില്ല. പിന്നെ മറ്റേ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി
പുള്ളിക്കാരിയുടെ ഒന്നും വന്നിട്ടില്ല. കലാഭവന്റെ ഒരു സ്വന്തം മകൾ ഉണ്ടായിരുന്നല്ലോ, ശാരിക. ആ അത് വരുന്നുള്ളൂ. ശരിക്കും അതിനകത്ത് ഇപ്പൊ ഈ ഒരു 2 ദിവസത്തെ എപ്പിസോഡിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തേക്കെന്ന് പറയുന്നത് അപ്പാനി. നന്നായിട്ട് മീൻസ് സ്ക്രീൻ പ്രസൻസ് വന്നിരിക്കുന്നത് ശരത്തിന് ഉണ്ട്, നമ്മുടെ നെവിൻ ഷാനവാസ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കണ എന്തെങ്കിലും ഒരു വാക്ക് വർക്ക് നടക്കുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കാം. ആ ഒച്ച ഉണ്ടാക്കുക എന്ന് ആ നടക്കുന്ന കാര്യമാണ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി എന്ന് പറയാനായിട്ട് അപ്പാനിസിനത്തൊക്കെ ഒരു പിണ്ണാക്കം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. അപ്പാനിസിനൊക്കെ വെറും വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അയാൾക്ക് അഭിനയമാണോ അദ്ദേഹത്തിന്റെ? അത് ഈ ബിഗ് ബോസ് കയറി ഉള്ള പേര് എത്ര ദിവസം അഭിനയിക്കും? 2-3 ദിവസം അഭിനയിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ റിയൽ ക്യാരക്ടർ പറഞ്ഞതേ അപ്പാനിസിനത്ത് പേരോട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചതിൽ ചെയ്യും, പക്ഷെ ഇല്ല. അപ്പാനിസിനത്തിന്റെ ബോഡി ലാംഗ്വേജും ഇതൊക്കെ അപ്പാനിസിനത്ത് പറ്റില്ല. നമുക്ക് നോക്കാം, തുടങ്ങിയിട്ട് 2 ദിവസമായുള്ളൂ. പക്ഷെ അവര് കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പാനിസിനത്ത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഇവിടെ നിന്ന് ഞാൻ കണ്ടാണ് ഫസ്റ്റ് ദിവസം 2 ദിവസം തോന്നുന്നു അവിടെ അങ്ങനെ പറയും ഇങ്ങനെ പറയും, ഇവരുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരട്ടെ. റിയൽ ക്യാരക്ടർ പുറത്തു വരട്ടെ, ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അപ്പാനിസിനത്ത് ഇതിലെ ഏറ്റവും വേസ്റ്റ് ആണ് ഇത്തരത്തിലെ പേര് പോകുന്നുള്ളതിലും 100% ബിഗ് ബോസിൽ. അനുമോള് ഈ പറഞ്ഞ പോലെ അൻസിബ കളിക്കാനാണ്. അൻസിബ കണ്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അൻസിബ കുറച്ചുകൂടി ഇതായിരുന്നു, പക്വത ഉണ്ടായിരുന്നു, കാര്യങ്ങൾ തീരുമാനിക്കാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അനുമോള് എന്താ പറയാ, അനുമോള് എനിക്കൊരു പ്രതീക്ഷയില്ല. ആദ്യം പുറത്താകുന്ന 5 പേരുടെ ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ അനുമോൾ ഉണ്ടാവും. തൂവുക, പിന്നെ ചെറുതായിട്ട് കുരുപൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കോമണർ. പക്ഷെ അതൊന്നും കാര്യമില്ല, രക്ഷയില്ല. അതുപോലെ പിന്നെ അഡ്വക്കേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? മറ്റൊരു അഡ്വക്കേറ്റ് ശൈത്യനെയും നമുക്ക് അറിയാവുന്നതാണ്. ഒരു ആക്ടർ ഉണ്ടായിരുന്നു താഴേക്ക് വെച്ചിട്ട്, ഷാനവാസിൽ വേറൊരാളുണ്ടായിരുന്നു, ഒരു പയ്യൻ കാല് സുഖമില്ലാത്ത ഒരാളുണ്ടായിരുന്നില്ല. അത് ആക്ടറല്ല, റീൽസില് കോണ്ടന്റ് ക്രിയേറ്റർ അഭിലാഷ് ഭയങ്കര മുടയാട്ടോ. എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അഭിലാഷ് എനിക്ക് തോന്നുന്നു മറ്റേ സിജോന്റെ മുഖത്തിനിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേപോലത്തെ ഒരു സാധനമായിട്ട് മാറുന്നുണ്ട്. വെറുതെ ഭയങ്കര പ്രശ്നക്കാരനാണ്. രതീഷാണ് ഒരേപോലെ ഇരിക്കുന്നു തോന്നുന്നു. അല്ലെങ്കിൽ മറ്റേ സിജോന്റെ മുഖത്തിന് ചേർന്ന പേരെന്തായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ്? റോക്കിയുടെ ഒരു വെറുതെ ആവശ്യമില്ലാത്ത വിറകായി മാറി. അല്ല, അഭിലാഷ് വെറുതെ മീൻസ് വെറുതെ മറ്റുള്ളവരുടെ മേത്തേക്ക് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കോണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. എനിക്ക് ഈ അനുമോള് കരയാണ്. എന്തിനാന്ന് അറിയാമോ? ഡോക്ടറെ പറ്റി എന്തോ പറഞ്ഞു, ഡോക്ടറെ ഇൻസൾട്ട് ചെയ്തു പറഞ്ഞപ്പോൾ കരച്ചില്ല. അവള് കരച്ചിലോളെയാണ്. അവളെ ടാർഗറ്റ് ചെയ്ത് അവള് പറഞ്ഞ പോലെ വേറൊരു വ്യക്തിയുണ്ട്, ഒരു മറ്റേ പറഞ്ഞില്ലേ ഡ്രസ് ധരിക്കുന്നത് കേരള സംസ്കാരത്തിന്. എങ്ങനെയുണ്ട് ജിസേല്? ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തോ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നു. ജിസേൽ ഓൾറെഡി ഒരു ബിഗ് ബോസില് പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ പിന്നെ ആൾക്കറിയാം എങ്ങനെ കളിക്കണം. അപ്പൊ അതിനിടയ്ക്ക് അപ്പാനിഷനത്ത് കളി പഠിപ്പിക്കാൻ പോയിരുന്നു. അതിന്റെ ആവശ്യമില്ല, പുള്ളിക്കാരിക്ക് അറിയാം എങ്ങനെ കളിക്കണം. ഈ അപ്പാനിഷനത്തിന് ഈ പറഞ്ഞ പോലെ കുറച്ച് അറിവ് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇത് ആക്ട് ചെയ്ത് നടന്ന ആളാണ്. അയാളിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യാരക്ടറും എല്ലാ കാര്യങ്ങളും കിട്ടും. അതേപോലത്തെ സമയം നമ്മളിപ്പോ കയറി സിനിമയിൽ കയറി കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് പൈസക്ക് വേണ്ടി മാത്രം വന്നായിരിക്കില്ല. എന്തിനാണ് പുള്ളി ഇത്ര ഫേമസ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പുള്ളി ആക്ടറാണ്. എനിക്കതൊരു വളരെയധികം വിഷമമുള്ള പരിസരത്തിന് ബിഗ് ബോസ് അക്ബാനിസത്ത് കാര്യമേ ഇല്ല. പരിസരത്ത് പ്രൂവ് ചെയ്തൊരു ആക്ടറാണ്. നല്ല രസമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. താങ്ക് യു.